സോ ഇന്ന് നമ്മൾ റാസ്ബെറി പൈ ബേസ്ഡ് ഒരു പ്രൊജക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. സോ റാസ്ബെറി പൈ എങ്ങനെ നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ കോൺഫിഗർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഒരു സിമ്പിൾ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ GPIO ലൈൻസാണ് ഈ കാണുന്നത്. ഈ GPIO ലൈൻസ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ പൈത്തൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ച് പൈത്തൻ്റെ ലൈബ്രറി ഉപയോഗിച്ചിട്ട് എങ്ങനെ GPIO ലൈൻസ് കൺട്രോൾ ചെയ്യാം, അതേപോലെ അതിനെ നമുക്ക് കോൺഫിഗർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ പ്രോജക്റ്റ്. സോ ഇതിൽ OS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെമ്മറി കാർഡിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ ഒരു മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ട് 128 GB. സോ പിന്നെ ഒരു കാർഡ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രോജക്റ്റ്. ഓക്കെ, നമ്മൾ റാസ്ബെറി പൈക്ക് ഒരു ഹോൾഡറും വാങ്ങിച്ചിട്ടുണ്ട്. സോ ഹോൾഡറിൽ നമ്മൾ റാസ്ബെറി പൈ ഇങ്ങനെ വയ്ക്കും. അതിനൊരു കവറും ഉണ്ട്, അതേപോലെ ഇങ്ങനെ കവറ്. സോ GPIO ലൈൻസിൽ നിന്ന് കണക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കവർ ഇതിങ്ങനെ മൂടിയും വയ്ക്കാം. സോ ഇതാണ് റാസ്ബെറി പൈയുടെ ബേസിക് സ്ട്രക്ചർ. സോ ഇതിന് ലാൻ പോർട്ട് ഉണ്ട്, അതേപോലെ USB പോർട്ട് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ HDMI ഉണ്ട്. ഫസ്റ്റ് കാണുന്നതാണ് Type-C ചാർജിങ് പോർട്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് HDMI എടുത്തിട്ട് നേരെ സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് കാണാം. ലാൻ പോർട്ട്, വയർലെസ് ഉണ്ട്, അങ്ങനെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഉണ്ട് ഇതിന്. ഓക്കെ, സോ നമ്മൾ ഇതിൽ മെമ്മറി കാർഡ് ഇട്ടു. ഇനി ഇതിട്ടാണ് നമ്മൾ OS ബേൺ ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മൾ സിസ്റ്റം വഴിയാണ് ചെയ്യുന്നത്. അതാണ് അടുത്ത പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ OS ബേൺ ചെയ്യാൻ ലാപ്ടോപ്പ് അതേപോലെ മെമ്മറി കാർഡ് എടുത്തു. മെമ്മറി കാർഡ് ലാപ്ടോപ്പിൽ ഇൻസേർട്ട് ചെയ്യണം. ഇതിട്ടാണ് നമ്മൾ ബേൺ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുകയാണ്. സോ അതിനെ ഫസ്റ്റ് ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ റാസ്ബെറി പൈയുടെ സൈറ്റിൽ പോയി ഗൂഗിളിൽ റാസ്ബെറി പൈ എന്ന് സെർച്ച് ചെയ്തു. raspberrypi.com കയറി അത് കഴിഞ്ഞ് അവിടെ സോഫ്റ്റ്വെയർ എന്നുള്ള സെക്ഷനിൽ പോവുക. അപ്പോൾ റാസ്ബെറി പൈ OS എന്നുള്ളൊരു ഇത് കാണാം. അപ്പോൾ റാസ്ബെറി പൈ ഇമേജർ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ OS ബേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് വിൻഡോസ് ആയതുകൊണ്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ് കൊടുത്തു. അതിനെ ഡൗൺലോഡ് ചെയ്തു നമ്മൾ. സോ അത് കുറച്ച് സമയം എടുക്കും. സോ അത് ഏകദേശം ഡൗൺലോഡായി. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോവാണ്. ഇതാണ് ഈ exe ഇൻസ്റ്റാൾ ചെയ്യാണ്, റാസ്ബെറി പൈ ഇമേജർ. സോ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതപ്പായിട്ടുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഏതാണ് റാസ്ബെറി പൈ എന്നുള്ളത് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കണം. ഇത് ചൂസ് ഡിവൈസ് എന്നുള്ളത് ആദ്യം എടുക്കണം. സോ അതിൽ നമ്മുടെ മോഡൽ ഏതാണെന്ന്. അപ്പോൾ നമ്മുടെ റാസ്ബെറി പൈ 5 ആണ്. അത് സെലക്ട് ചെയ്തു. ഇനി OSനോട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റാസ്ബെറി പൈയുടെ 64 ബിറ്റ് 32 ബിറ്റ് അല്ലെങ്കിൽ ജനറൽ പർപ്പസ് OS പല സ്പെസിഫൈഡ് ആയിട്ടുള്ള OS ഉണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ജനറൽ പർപ്പസ് OS ആണെങ്കിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉബുണ്ടുവോ ആൽപ്പിൻ ലിനക്സോ ഒക്കെ എടുക്കാം. സോ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് റാസ്ബെറി പൈ OS തന്നെ 64 ബിറ്റിൻ്റെയാണ്. ഇതാണ് മോസ്റ്റ്ലി റെക്കമെൻഡഡ്. ഇത് റിലീസ്ഡ് ഓൺ 2024 11th മന്തിൽ റിലീസ് ചെയ്തതാണ്. സോ അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ സ്റ്റോറേജ് എടുക്കുക. അപ്പോൾ ഇവിടെയാണ് ഡ്രൈവാണ് നമ്മുടെ സ്റ്റോറേജ് 128 GB. അത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കയറിയിട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ സംഭവങ്ങളും നമ്മുടെ ഹോസ്റ്റ് നെയിം എന്ത് വേണം, യൂസർ നെയിം എന്ത് വേണം, പാസ്വേഡ്, നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നെറ്റ്വർക്കിൻ്റെ SSID അതേപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വുഡ് യു ലൈക്ക് ടു അപ്ലൈ OS കസ്റ്റമൈസേഷൻ സെറ്റിങ്സ്? യെസ്,
ആർ യു ഷുവർ യു വാണ്ട് ടു കണ്ടിന്യൂ? യെസ്. സോ നമ്മുടെ OS മെമ്മറി കാർഡ് ബേൺ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് 0% ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് 100% ആകുമ്പോഴാണ് തീരുന്നത്. സോ ഇത് ഇച്ചിരി സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ആവറേജ് ഒരു 10 മിനിറ്റ്സോ ഒക്കെ എടുക്കും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 25% ആയി റൈറ്റിങ്. ഇനിയും ഉണ്ട് ബാക്കി 75. ഇപ്പോൾ ഏകദേശം 93-95% ആവാറായിട്ടുണ്ട്. ബേണിങ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിപ്പോൾ ബേൺ ചെയ്തത് OS കറക്റ്റായിട്ടാണ് ബേൺ ചെയ്തതെന്ന് വെരിഫൈ ചെയ്യണതാണ്. ഇതൊരു 3 to 5 മിനിറ്റ്സ് എടുക്കും. വെരിഫൈയിങ് ഒരു 76% ആയിട്ടുണ്ട്. ഇനിയും ഒരു 25% കൂടെ പോകണം. സോ വെരിഫൈ ഏകദേശം തീരാറായിട്ടുണ്ട്. 100% ആയി ഏകദേശം. സോ ഫൈനലൈസിങ് നമ്മുടെ OS മെമ്മറി കാർഡായിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി കാർഡ് റിമൂവ് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ ബേൺ ചെയ്ത മെമ്മറി കാർഡ്, ഇവിടെ ഒരു മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്, ഇവിടെയാണ് ഇടുന്നത്. ഇതിൻ്റെ മറുവശത്താണ് മെമ്മറി കാർഡ് സ്ലോട്ട്. ഈ സ്ലോട്ടിലാണ് നമ്മൾ ബേൺ ചെയ്ത മെമ്മറി കാർഡ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ബൂട്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ സ്ലോട്ടിട്ട് മെമ്മറി കാർഡ് ഇടുകയാണ്. സോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെയാണ് ഇടേണ്ടത്, ഏകദേശം ഇവിടെ. സോ മെമ്മറി കാർഡ് നമ്മൾ ഇട്ട് ഇനി ഇത് നേരെ നമുക്ക് പ്ലഗ് ചെയ്യണം. സോ നമ്മൾ പ്ലഗ് ചെയ്യുന്നത് ഈ ടൈപ്പ് സിയിലാണ് പവർ സപ്ലൈ കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് HDMI പോർട്ടാണ്. അതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ മോണിറ്റർ ഇട്ട് കൊടുക്കേണ്ടത്. സോ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മൈക്രോ HDMI കേബിൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ റാസ്ബെറി പൈയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ റാസ്ബെറി പൈയുടെ ഇവിടെ നമ്മൾ മൈക്രോ HDMI കണക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ മോണിറ്ററിൻ്റെ HDMI കണക്ട് ചെയ്യുന്നു. സോ ഇതാണ് മോണിറ്ററിൻ്റെ HDMI. ഓക്കെ. അങ്ങനെ നമ്മൾ മൈക്രോ HDMI ത്രൂ മോണിറ്ററിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൻ്റെ മറ്റേ അറ്റം നമ്മൾ മോണിറ്റർ കണക്ട് ചെയ്യുന്നതായിരിക്കും. സോ റാസ്ബെറി പൈ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്ക്രീനാണ് കാണിക്കുന്നത്, ബ്ലാങ്ക് ആണ്. ഓണായി പതുക്കെ അതിൻ്റെ ഇനിഷ്യലൈസേഷനൊക്കെ നടക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ സ്ക്രീൻ ഇപ്പോൾ വരും. ഇതാണ് എൻ്റെ ഡെസ്ക്ടോപ്പ്. ആസ് യൂഷ്വൽ ഒരു ലിനക്സ് മെഷീൻ്റെ പോലെ തന്നെയാണ്. സോ നമ്മുടെ ഏകദേശം ഇൻസ്റ്റലേഷനും സെറ്റപ്പൊക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റാസ്ബെറി പൈയുടെ OSൻ്റെ ഇൻ്റർഫേസ്. സോ ഇതിലാണ് നമ്മളിന്ന് പൈത്തൺ പ്രോഗ്രാം എഴുതി GPULISനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം ടെർമിനലെടുത്തു. സോ ഇതാണ് ഫോൾഡർ പാത്ത് PWD. ഇതിൽ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. നമുക്ക് dir py projects cd py projectsൽ കയറി നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു നെയിം ഉണ്ടാക്കുകയാണ്. നമുക്ക് dir py5 ആണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ. cd py5 ഇതിൽ കയറി. ഇതിൽ നമ്മളിങ്ങനൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം. സോ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു കമാൻഡ് ഉണ്ട് ഇവിടെ. അത് വെച്ചിട്ട് നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാം. ഇതാണ് വെർച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനുള്ള കമാൻഡ്. python 3 -m venv my വെർച്വൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ മൈ വെർച്വൽ എൻവയോൺമെൻറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഫോൾഡറിൽ.
അപ്പോൾ ഈ ഫോൾഡറിൽ അതുണ്ടാക്കി LS അടിച്ചാൽ കാണാം. സോ ഇതിൽ ഇനി ഞാൻ എൻ്റെ ഒരു ഫയൽ ഉണ്ടാക്കുകയാണ്. അതിനു മുമ്പ് ഈ വെർച്വൽ എൻവയോൺമെൻറ്റിനെ നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. സോ വെർച്വൽ എൻവയോൺമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ സോഴ്സ് അടിച്ച് സ്പേസ് മറ്റേ മൈ ENV ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ബിന്നിൻ്റെ ഉള്ളിൽ ആക്ടിവേറ്റ് ആണ്. അത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കാണാം മൈ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയത്. സോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ലൈബ്രറീസ് അങ്ങനത്തെ കാര്യങ്ങൾ, സപ്പോർട്ടിങ് ഫയൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ പൈ5 എന്നുള്ള ഫോൾഡർ ഉണ്ടാക്കി അവിടെ പോയിട്ട് ഞാനൊരു main.py എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൾഡർ. ഹോം ലൂക്കിൻ്റെ ഉള്ളിൽ പൈ പ്രൊജക്ട്സ്, അതിൻ്റെ ഉള്ളിൽ പൈ5 മൈ വെർച്വൽ എൻവയോൺമെൻറ്റ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ ഉണ്ടാക്കി. ഇപ്പം main.py. സോ main.py ഉണ്ടാക്കി. ഇപ്പോൾ ഈ OS ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ ഇതിലൊരു പ്രോഗ്രാം എഡിറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം എഡിറ്റർ വെച്ചിട്ടാണ് പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ആ എഡിറ്ററിൽ main.py ഞാൻ ഓപ്പൺ ആക്കി. ഞാൻ നേരത്തെ എഴുതിയൊരു പ്രോഗ്രാം, സാമ്പിൾ പ്രോഗ്രാം ഡൗൺലോഡ്സിൽ ഇട്ടിട്ടുണ്ട്. സോ അതിൽ നിന്ന് കുറച്ച് ഭാഗം കോപ്പി ചെയ്യണം. അപ്പോൾ മൊത്തം കോപ്പി ചെയ്തിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള ഭാഗം മാത്രമാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. ഇത് മൊത്തം കോപ്പി ചെയ്തില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ്, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതാണ് ഡൗൺലോഡ് ഫയൽ ഉണ്ടായിരുന്ന മെയിൻ. അത് ഞാൻ ക്ലോസ് ചെയ്തു. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ലൈബ്രറി ഈ GPIOD എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി RPI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈബ്രറി ഉപയോഗിച്ചു. പക്ഷേ അതൊന്നും ഉപയോഗിച്ചിട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ല. സോ ഞാൻ ഈ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടിയതാണ് GPIOD, ഈ റാസ്ബെറി പൈ 5 വേണ്ടിയിട്ട്. മറ്റേ ലൈബ്രറീസ് ഒന്നും ഉപയോഗിച്ചിട്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ല. ചിലപ്പോൾ കിട്ടിയ ആൾക്കാരുണ്ടാവും, പക്ഷേ കിട്ടിയിട്ടില്ല. സോ ഇതിലാവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കളയുവാണ്. ഇത്രയും ലൈബ്രറിയാണ് ആവശ്യമുള്ളൂ. ഇത് വേറെ ലൈബ്രറി വെച്ച് എഴുതിയാണ്, അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അതാണ് ഒരു ഫങ്ഷനുള്ളൂ. ബാക്കി ഫങ്ഷനൊക്കെ ഞാൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. അതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ്. സോ മെയിനിൽ നിന്ന് LED ഫങ്ഷൻ LED GPIOD ടെസ്റ്റ് എന്നുള്ള ഈ ഫങ്ഷനാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത് സേവ് ചെയ്തു. ഇത് മെയിനിൽ പോയിട്ടൊന്ന് റൺ ചെയ്യാൻ നോക്കാം നമുക്ക്. pyth join python 3. ഇവിടെ LS അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽ അവിടെ ഉണ്ടാവും main.py. ഞാൻ python 3 main. അടിക്കുകയാണ്. സോ ഇത് റണ്ണാവില്ല, കാരണം നമ്മൾ ലൈബ്രറീസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തില്ല. സോ അതിൽ എറർ കാണിച്ചിട്ടുണ്ട്, നോ മോഡ്യൂൾ നെയിംഡ് GPIOD. സോ ഇങ്ങനെ ഒരു ഇതാണ് ഇമ്പോർട്ട് ചെയ്തേക്കണത്. അത് വേരിയബിൾസ് ഒന്നും അതിന് മനസ്സിലായിട്ടില്ല. സോ നമ്മളത് പിപ്പ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. പിപ്പ് ഇൻസ്റ്റാൾ GPIOD. നമ്മൾ പിപ്പ് 3 വെച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ അതിൻ്റെ നെസസറി ഫയൽസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി അതിൽ ഞാൻ പ്രിൻ്റ് ചെയ്തേക്കുന്ന കുറച്ച് ലൈൻസൊക്കെ റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ Ctrl+C അടിച്ച് എക്സിറ്റ് ആക്കി. പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത് ഞാൻ GPIOD എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ലൈബ്രറിയുടെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ്. റാസ്ബെറി പൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇത് ബേസിക്കലി ചെയ്യുന്നത് GPIOD എന്ന് പറഞ്ഞിട്ട് ചിപ്പ്, അതിലത്തെ ഏതാണ് ഡിവൈസ് എന്നുള്ളത് എടുക്കണതാണ് ഈ ഫസ്റ്റത്തെ ലൈൻ. അപ്പോൾ സാധാരണ ലിനക്സിൻ്റെ ഉള്ളിൽ എല്ലാം
ഹാർഡ്വെയർ മോഡ്യൂൾസും ഓരോ ഫയൽ സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബേസിക്കലി. സോ അതെല്ലാം ഡെവിൽ പോയിട്ട് ഇൻസ്റ്റാൾ ആവും. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും സാറ്റ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും SSD ഏത് ഹാർഡ് ഡിസ്ക്, അങ്ങനെ പല പല ഓഡിയോ ഒക്കെ ആണെങ്കിലും ഓരോരോ ഫയൽ സിസ്റ്റം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഡെവിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ GPIO എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സ് സെറ്റുകൾ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ LS dev/GPIO ചിപ്പ് അടിച്ചിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ ചിപ്പ്. GPIO ചിപ്പ് 0, ചിപ്പ് 10, ചിപ്പ് 11, ചിപ്പ് 12, ചിപ്പ് 13, ചിപ്പ് 4 എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ പറഞ്ഞേക്കണ GPIO ചിപ്പ് 0 ആണ് ഈ GPIO ലൈൻസ് കൺട്രോൾ ചെയ്യണതിൻ്റെ മെയിൻ മോഡ്യൂൾസ്, ഫയൽ സിസ്റ്റം മോഡ്യൂൾസ് എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. സോ ഞാനത് എടുത്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സോ ഹിയർ ഞാൻ എടുത്തേക്കുന്നത് GPIOയുടെ 18th ലൈൻ എടുത്തിട്ട് ആ 18th ലൈനിട്ട് ഹൈയും ലോയും ഔട്ട്പുട്ട് ചെയ്യാൻ ആണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു LED കണക്ട് ചെയ്തിട്ട് അത് ഹൈയും ലോയിലും, ഹൈയിൽ ഓണാവും, ലോയിൽ ഓഫ് ആവും. അപ്പം അങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഒരു 1 സെക്കൻഡ് ടൈം ഡിലേയും കൊടുക്കും. സോ ലൈൻ GPIO 18th പിന്നാണ് ഞാൻ ഡിഫൈൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അത് റിക്വസ്റ്റ് ലൈനിൽ dev GPIO ചിപ്പ് 0 എന്ന് പറഞ്ഞിട്ട് dev ആ ഫയൽ സിസ്റ്റം ഓപ്പൺ ആയി. പിന്നെ അതിന് കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ബ്ലിങ്ക് എക്സാമ്പിൾ എന്നാണ് കൊടുത്തേക്കുന്നത്. അത് ബ്ലിങ്ക് എക്സാമ്പിൾ 1 എന്നോ 2 എന്നോ എന്തുകൊണ്ടും കൊടുക്കാം. പിന്നെ കോൺഫിഗിൽ ഈ ലൈൻ എന്ന് പറഞ്ഞത് 18th പിന്ന്. പിന്നെ ഇതിൻ്റെ GPIOയുടെ ലൈൻ സെറ്റിങ്സ് ഉണ്ട്, ഡയറക്ഷൻ, അതായത് ആ പിന്നെ ഇൻപുട്ടായിട്ടാണോ ഔട്ട്പുട്ടായിട്ടാണോ കോൺഫിഗർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ടാണ്, കാരണം നമ്മൾ ഔട്ട്പുട്ടിലുള്ള ഒരു LED ഡ്രൈവ് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഇൻപുട്ടായിട്ട് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ളൊരു സിഗ്നലിനെ ആ പിന്ന് വഴി റീഡ് ചെയ്ത് നമ്മുടെ ഫൈയുടെ OSൻ്റെ ഉള്ളിൽ എത്തിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ ചെയ്യാം. സോ ഹിയർ ഔട്ട്പുട്ടാണ് കോൺഫിഗർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഡോട്ട് ഔട്ട്പുട്ട്, അതേപോലെ ഔട്ട്പുട്ട് വാല്യൂ ഡിഫോൾട്ട്ലി വാല്യൂ ഡോട്ട് ആക്റ്റീവ് ആണ്. അത് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. GPIO ലൈൻസിൻ്റെ ഉള്ളിൽ ലൈബ്രറീസിൻ്റെ ഡയറക്ഷനും വാല്യൂ ഡോട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആണ്. സോ അതിനെ നമ്മൾ റിക്വസ്റ്റ് ആക്കി എടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൂപ്പ്. ഈ ലൂപ്പിൽ ഒരു ട്രൈ എക്സെപ്ഷൻ ലൂപ്പാണ്. എന്തെങ്കിലും എക്സെപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ എക്സെപ്ഷനായിട്ട് അടിച്ച് ഇവിടെ നിന്ന് ഇൻറ്ററപ്റ്റ് ചെയ്ത് പിന്നെ ഫൈനലി എന്നുള്ള അവിടെ എത്തി അത് കറക്റ്റായിട്ട് അത് അൺഇനിഷ്യലൈസ് ആക്കി ക്ലോസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് സെറ്റ് വാല്യൂ, ലൈൻ എന്ന് പറഞ്ഞാൽ 18th പിന്ന്, വാല്യൂ ഡോട്ട് ആക്റ്റീവ്. അപ്പോൾ ആദ്യം ഹൈ കൊടുത്തു, അതായത് 5 വോൾട്ട് ഏകദേശം ഔട്ട്പുട്ടിൽ വരും 18th പിന്നിൽ. പിന്നെ ടൈം ഡോട്ട് സ്ലീപ്പ്, ഇത് സ്ലീപ്പിൻ്റെ ആർഗ്യുമെൻറ്റ് സെക്കൻഡിലാണ്. അപ്പോൾ 1 സെക്കൻഡ് സ്ലീപ്പ്. പിന്നെ സെറ്റ് വാല്യൂ വീണ്ടും ലൈൻ വാല്യൂ ഡോട്ട് ഇനാക്റ്റീവ്. അപ്പോൾ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വോൾട്ട്. അപ്പോൾ അത് നെഗറ്റീവ് ആയതുകൊണ്ട് അത് 0 വോൾട്ട് ആയതുകൊണ്ട് അവിടെ LED ഓഫ് ആവും. അപ്പോൾ ഇത് നമ്മൾ ബ്രെഡ് ബോർഡ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് നോക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് പ്രോഗ്രാം. അപ്പോൾ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഇവിടെ നിന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ കുറച്ച് നേരം മുമ്പ് കണ്ടത്. അതിനെ നമുക്കൊരു ഇൻട്രാക്റ്റീവ് മോഡിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിൻ്റ് എന്ന് കൊടുക്കാം. പ്രിൻ്റ് LED ഓൺ ആൻഡ് LED ഓഫ് എന്ന് കൊടുക്കാം. നമുക്ക് LED ഓൺ, അതേപോലെ തന്നെ ഇതിന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ട് LED ഓഫ് എന്നും കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ടെർമിനലിൽ അതിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് ഇതും വരും. ഇത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ടെർമിനലിൽ പോയിട്ട് ഇതിനെ റൺ ചെയ്യുകയാണ്. Python 3 main.py. സോ LED ഓൺ ഓഫ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡ് ബോർഡിലും കാണാം LED കണക്ട് ചെയ്തേക്കുന്നത് ഓൺ ഓഫ്. ഇതാണ് നമ്മുടെ ബേസിക് ഒരു പ്രൊജക്റ്റ്. അതായത് റാസ്ബെറി പൈ OS ഇൻസ്റ്റാൾ ചെയ്ത് ബേസിക് പൈത്തൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്ത്
നമുക്ക് എങ്ങനെ ഇത് റൺ ചെയ്യാമെന്ന്. ഇവിടെ വേണമെങ്കിൽ ഈ റാസ്ബെറി പൈയുടെ തന്നെ പ്രോഗ്രാമിങ്ങിൻ്റെ ഇവിടെ തോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. മീൻസ് IDE. ഇതിലും നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പൈത്തൺ പ്രോഗ്രാം എഴുതാം. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് വെറുതെ ഒരു പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അതാണ് ഇവിടെ കാണുന്നത്. ഇത് പ്രോഗ്രാമേഴ്സ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഡിഫോൾട്ട്ലി വരുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടെർമിനലിൽ പോയിട്ട് ഇതേപോലെ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ നമുക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. സോ ഇതാണ് നമ്മുടെ പൈത്തൺ ബേസ്ഡ് ആയിട്ടുള്ള GPIO കൺട്രോൾസ് യൂസിങ് റാസ്ബെറി പൈ 5. അപ്പോൾ റാസ്ബെറി പൈ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഫാൻ ഹീറ്റ് സിങ്കിൻ്റെ ഫാൻ കിടന്ന് കറങ്ങുന്നുണ്ട്. സോ ഇതിൻ്റെ GPIO ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട്, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് താഴോട്ട് 3ാമത്തെ പിന്നാണ് ഗ്രൗണ്ട്. അവിടെ നമ്മൾ ഓറഞ്ചാണ് കണക്ട് ചെയ്തേക്കുന്നത്. അത് ഓറഞ്ചാണ് ഗ്രൗണ്ട്. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് താഴോട്ട് 6ാമത്തെ പിന്നാണ് GPIO 18th എന്ന് പറഞ്ഞ ലൈൻ. ഇത് അവിടെ നമ്മൾ യെല്ലോയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ യെല്ലോ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് ഒരു വയലറ്റ് വയറിട്ടാണ്. അത് നമ്മുടെ LED പോസിറ്റീവിട്ടും, അതേപോലെ ഗ്രൗണ്ടാണ് ഓറഞ്ച്. അത് ഒരു ബ്രൗണായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. അത് LED നെഗറ്റീവിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LED കറക്റ്റ് 1 സെക്കൻഡ് നേരം ഓണും 1 സെക്കൻഡ് നേരം ഓഫുമാണ്. ഓക്കെ, സോ ഇങ്ങനെ നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും.